Hello friends, welcome back. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അബുദാബി ബോർഡർ അൽഫല എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടത്തേക്ക് ഉള്ളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് ഇല്ല. അവിടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ നല്ല തണുപ്പുണ്ടായിന്. അതുകൊണ്ട് അവിടെ ഉള്ളിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ടെൻറ്റല്ലേ, നല്ല തണുപ്പുള്ളതുകൊണ്ട് മസി നന്നായിട്ട് വറക്കുന്നുണ്ടായിന്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്ന് വണ്ടിയിലിരിക്കുകയാണ് ചെയ്തത്. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പാസ്പോർട്ടും പിന്നെ വിസയും കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ നമ്പർ ചോദിക്കും, ഫോൺ നമ്പർ അത് കൊടുത്തിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. നമുക്കൊരു സ്നാക്കും പിന്നെ ഫ്രൂട്ട്സും ഒരു വാട്ടർ ബോട്ടിലും ഒരു ജ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അതൊക്കെ രാത്രി തന്നെ തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുന്നതിന് മുമ്പ് കുറച്ച് ടൈം കയറുന്ന ഒരു 10 മിനിറ്റ് മുമ്പാണ് ഒരു ബസ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഒരു ബസ്സിലാറ്റിയ ടൈം 25-30% ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. ജെൻസിന് സെപ്പറേറ്റ് ബസ്, ലേഡീസിന് സെപ്പറേറ്റ് ബസ്സാണ് ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ ആ ബസ് നെക്സ്റ്റ് ബസ് ഫില്ലാകുന്നത് വരെ നമ്മൾ 7 മണി വരെ വെയിറ്റ് ചെയ്തത്. 7:30 ആയപ്പോഴാണ് പിന്നെ നമ്മൾ ബസ്സിൽ കയറ്റിയിട്ട് ഈ ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് പോയത്. അപ്പോൾ മുസഫയിലാണ് അബുദാബിക്കാരുടെ ക്വാറന്റൈൻ സെൻറ്റർ വരുന്നത്. അവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല പ്ലേസും കാര്യങ്ങളൊന്നും. ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമോസ് പറഞ്ഞ ലേബർ ക്യാമ്പിൻ്റെ എന്തെങ്കിലും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ബസ്സിലാണ് കൊണ്ടുപോയിട്ടുണ്ടായത്. അപ്പോൾ 25 ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ച് ലേഡീസ് മാത്രം ഉണ്ടായിന്. അപ്പോൾ കയറിയിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബസ് വിടുകയും ചെയ്തിട്ടുണ്ടായത്. ലഗേജ് നമുക്ക് ഉണ്ടായിട്ടില്ല, കാരണം ലഗേജ് തമ്മൂസ് കൊണ്ടുപോയുണ്ട്. ലഗേജൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ക്വാറന്റൈനിലേക്ക് പോകുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു ബാഗിൽ ഒരു 3 ഡേയ്സിൻ്റെ ഡ്രസ്സ് വേറെ തന്നെ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ഹാൻഡ് ബാഗും പിന്നെ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ബാഗും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മസിനെ കെയർ ചെയ്യാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് തമ്മൂസ് വന്നുകൊണ്ട് ലഗേജിൽ അങ്ങനെ റൂമിലേക്ക് എത്തി. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ക്വാറന്റൈൻ സെൻറ്ററിലെത്തി. മസി നല്ല ഉറക്കമായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ മുസഫയിൽ ആ ഒരു ക്വാറന്റൈൻ സെൻറ്ററിൽ ഏകദേശം നമ്മൾ എത്തി. പിന്നെ അബുദാബിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. മുമ്പേ തമ്മൂസിനോട് ബസ്സിൽ കയറണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എന്തോ കാർഡും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഇതുവരെ കയറിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ കയറിയപ്പോൾ മനസ്സിലായത് നമ്മൾ കാറിൽ പോകുന്നതിനേയും കാട്ടിയും ഒരുപാട് ലോങ്ങാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു 9:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്വാറന്റൈൻ സെൻറ്റർ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ താഴെ എത്തിക്കഴിഞ്ഞാൽ അവർ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ അവിടെ കയറി അവിടെയും ഒരു രജിസ്ട്രേഷനും പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫോം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ആ 2 ഡേയ്സിനുള്ളിൽ വരാനുള്ളത്. അപ്പോൾ ആ ഒരു ടെസ്റ്റും കൂടി ചെയ്തിട്ടാണ് നമ്മൾ പാസ്പോർട്ടിൽ നമ്മൾ ഏത് റൂമിലാണോ ആ റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റിക്കർ ആ പാസ്പോർട്ടിൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ റൂമിലേക്ക് ആക്കി തരുന്നത്. അപ്പോൾ തന്നെ നമ്മളെ കയ്യിൽ ഫുഡും തന്ന് വിട്ടിട്ടുണ്ടായിന്. മസിക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡുണ്ട്. റൂമൊക്കെ അൽഹംദുലില്ലാ നല്ല അടിപൊളി റൂമായിരുന്നു. ഒരു ബെഡും പിന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും സോഫയും ചെയറും സെപ്പറേറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കബേർഡ് ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് തന്നെ ആ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയുള്ള നല്ല അടിപൊളി റൂം തന്നെ ആയിരുന്നു. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഉണ്ടായത്. ബാത്റൂമും ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഇവിടെ പൊതുവേ നല്ല ക്ലീനാണ്, എല്ലാം നല്ല ക്ലീനും നീറ്റും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവൽ. പിന്നെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബെഡ്ഷീറ്റും പിന്നെ നമുക്ക് വേണ്ടുന്ന പുതപ്പും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായത്. അതും അവർ ലോണ്ട്രി അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായത്. പിന്നെ റൂമിൽ നമുക്ക് ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 2 ആൾക്കും സെപ്പറേറ്റ് ഫുഡാണ്. അവർ ശരിക്കും ഈ ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ സമ്മതിച്ചേ പറ്റും. അത്രയും അവർ കെയറിങ് ആയിട്ട് ഈ ഒരു ക്വാറന്റൈൻ ഫ്രീ ആയിട്ടും കൂടി ഒന്നിനൊരു കുറവ് അവർ വരുത്തിയിട്ടുണ്ടായിട്ടില്ല. ആ ക്വാറന്റൈൻ ടൈം കഴിക്കേണ്ട നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിന്, നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്സും പിന്നെ എഗ്ഗും അങ്ങനെയൊക്കെ ആയിട്ട് മസിക്കായാലും കുട്ടികൾ കഴിക്കുന്ന പോലെയുള്ള ഓട്സും കാര്യങ്ങളും പിന്നെ ആ ഒരു റവൻ്റെ മുത്താറിൻ്റെ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ എനിക്കായാലും ജ്യൂസും ഉണ്ടായിന്. കോഫി ഉണ്ടാക്കണമെങ്കിൽ കോഫി ഉണ്ടാക്കുക. പിന്നെ ഹണിയും പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ജാം പോലത്തെ സാധനം അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ സംഭവം ഉണ്ടായിന്. പിന്നെ സെപ്പറേറ്റ് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കറിയും ദാലും എഗ്ഗ് ഫ്രൈയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫ്രൂട്ട്സും ഉണ്ട്. എല്ലാം
ഫുഡിൻ്റെ കൂടെയും ഒരു ഫ്രൂട്ട്സ് തരുന്നുണ്ട്. ഒരു ഓറഞ്ച് ഒരു ആപ്പിളൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നു ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ എന്താ ഒരു ദാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പയറോ ആയിട്ടുള്ള കറിയും എല്ലാ ഫുഡിൻ്റെ കൂടെയും ഉണ്ടായിന്. പിന്നെ വെള്ളം ഒരുപാട് എല്ലാ ടൈമിലും വെള്ളം കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെയാണ് ഇവർ നമുക്ക് എന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നത്. അപ്പോൾ അതൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മസി ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിന്. നല്ല ഉറക്കേനു. ഞാനും നന്നായിട്ട് ഉറങ്ങി എണീച്ചിട്ടുണ്ടായതാണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫുഡ് കഴിക്കാൻ ഉറങ്ങുക അതുതന്നെയുള്ളൂ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഉറങ്ങി. പിന്നെ ഇതിലേക്കൂടി ഫ്ലൈറ്റ് പോകുന്നത് കാണും. അതുകൊണ്ട് മസി ഇടയ്ക്കിടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നോക്കിക്കലാണ് പരിപാടി. എപ്പോഴും ഈ ഒരു സൈഡിൽ തന്നെ നോക്കിക്കലാണ് മസി. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ. ഹെലികോപ്റ്റേഴ്സാണ് കൂടുതലും ഇതിലെ കൂടി പോകുന്നുണ്ടായത്. അപ്പോൾ പറയും ഫ്ലൈറ്റ് എന്താ പോകാത്ത, ഹെലികോപ്റ്റർ മാത്രമല്ലേ പോകുന്നുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ടായിന്. അപ്പം നമ്മൾ ഈ ഒരു വ്യൂ വരുന്നത് ഫ്രണ്ടാണ് കേട്ടോ. ഈ ഫ്രണ്ടിൽ ആണ് നമ്മളെ ആ ഒരു റൂമൊക്കെ വരുന്നുണ്ടായത്. അങ്ങനെ ഉച്ചയായപ്പോൾ അവർ ലഞ്ച് കൊണ്ടുവന്നു. ലഞ്ചിൻ്റെ കാര്യത്തിലും സെയിം സംഭവം തന്നെയാണ്. അവർ കൊണ്ടുവരുന്ന ടൈമിൽ എത്ര ആളുണ്ടെന്ന് ചോദിക്കും. ബേബി ആണെങ്കിൽ ബേബി പറയാം, ഇല്ലെങ്കിൽ ബോയ് ആണെങ്കിൽ ബോയ് പറയാം. അങ്ങനെ എത്ര ആളുണ്ടെന്ന് ചോദിച്ചിട്ടാണ് അവർ ഫുഡും തരുന്നുണ്ടായത്. നോർമലി ഇവിടെ ഫുഡിലുണ്ടാകുന്ന പോലെ തന്നെ എന്താ ഒരു മീല് ചോറ്, അങ്ങനെ ചോറും കറിയും അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൈ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഓട്സ് ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് എന്താ നമ്മളിതുണ്ടല്ലോ സലാഡ്സ് ഉണ്ട്. പിന്നെ പിന്നെ നമുക്ക് വേണ്ടുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ അതും ഉണ്ട്. പിന്നെ ഇതൊരു കേക്കാണ് കേട്ടോ. ഒരു കേക്ക് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഒരു സമൂസ, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് പൊട്ടറ്റോ ഫില്ലിങ്ങാണ് ഉണ്ടായിട്ടുണ്ടായത്. ചോറ് കണ്ടില്ല, ചോറും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഫ്രൈയും ദാൽ കറിയും പിന്നെ ഫ്രൂട്ട്സും യോഗട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ ചപ്പാത്തിയും എല്ലാത്തിൻ്റെ കൂടെയും ചപ്പാത്തി ഉണ്ടാവലുണ്ട്. അങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായത്. കൂടെ ഒരു കോക്കും ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ബോട്ടിൽ വെള്ളം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ബാക്കിയാണ്. അവിടെ പുറത്തൊരു ടേബിളുണ്ട്, അവിടെ അങ്ങനെ കൊണ്ടുവെക്കലാണ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ ഞാനങ്ങനെ മസിക്ക് എണീറ്റപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ മടുപ്പ് വരുന്ന ഫുഡ് ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഫുഡ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വേറെ കൺട്രി ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടോന്ന് അറിയില്ല, എല്ലാവർക്കും പറ്റുമെന്നും അറിയില്ല. എന്നാലും കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ്. തമസ് പറയുന്നുണ്ടായിന് എന്തെങ്കിലും എല്ലാം കഴുത്തിക്കോ ബാഗിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തതായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ടായിന്. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, നല്ല ഫുഡ് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആകെയുള്ള സങ്കടം ഇത് മൊത്തം കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മളെല്ലാം കുഞ്ഞി വയറ്, അപ്പോൾ കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, മസി ആയാലും ഞാനായാലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കഴിച്ചിട്ടുണ്ടായത്. ഇതിപ്പോൾ ഇതാ അങ്ങനെ രാത്രിയുള്ള ഫുഡ് വന്നു. നല്ല അടിപൊളി സൂപ്പ് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. നല്ല കിടിലൻ ചിക്കൻ സൂപ്പാണ്. അത് ശരിക്കും അതിൻ്റെ റെസിപ്പി എന്തായിരിക്കും എന്ന് ആലോചിച്ച് ഞാൻ കുറേ ഇരുന്നിട്ടുണ്ടായിന്. എന്താ സംഭവം എന്നുള്ളത് എനിക്കിപ്പം പിടികിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഡിന്നറും നല്ല കിടിലൻ ഡിന്നർ തന്നെയാണ് ഉണ്ടായത്. മസിയുടെ ആ ഒരു ബോക്സിൽ പുഡിങ്ങും പിന്നെ കുട്ടികൾ കഴിക്കുന്ന ആ ഒരു ബേബി മാംഗോൻ്റെ ഒരു ബേബി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഓട്സും പിന്നെ ഇവരൊരു നമ്മുടെ ഈ ഒരു പഴം തന്നെയാണെന്ന് തോന്നുന്നു, അത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായത്. ശരിക്കും അതൊന്നും മസി കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ഓട്സ് തന്നെ ഞാൻ കുറേ പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. കാരണം ഓട്സ് അവിടുന്ന് തമ്മൂസിൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പാപ്പ കഴിക്കുന്നതുകൊണ്ട് ആ ഒരു ഇഷ്ടമുണ്ട് ഓട്സിനോട്. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിന്, ഉപ്പാപ്പാൻ്റെ ഓട്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മസിൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും എല്ലാ ടൈമിലും ചോക്ലേറ്റ് ഉണ്ടാവലുണ്ട്, ഒരു കിറ്റ്കറ്റ് എപ്പോഴും അവർ വെക്കലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫുഡിൽ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് സംഭവം, ആ ഒരു വൈറ്റ് കളറിലുള്ളതാണ് ഇതാണ് സൂപ്പ് വരുന്നത്. പിന്നെ അടിയിൽ ദാൽ കറിയും പിന്നെ ഒരു പുഡിംഗ് ഉണ്ട്. പിന്നെ പയറിൻ്റെ ഒരു സംഭവം, പയർ ജസ്റ്റ് പുഴുങ്ങിയിട്ടുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിന്. പിന്നെ മോരുണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്. രാത്രി ഉണ്ടായത് ബിരിയാണിയാണ്. അങ്ങനെ മസിക്ക് ഫുഡ് കൊടുത്തു. ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടക്കേണ്ട പരിപാടിയാണ് ഉണ്ടായിട്ടുണ്ടായത്. ഉറക്കം തന്നെയാണ് കേട്ടോ. ശരിക്കും നമുക്ക് അവിടുന്ന് ഫുൾ ടൈം ഉറങ്ങേണ്ട ആ ഒരു മൂഡാണുള്ളത്. കാരണം വേറൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് ബോറടിക്കുന്നുണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഒന്നിനൊരു മൂടില്ലാത്ത പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ക്വാറന്റൈൻ ആയതുകൊണ്ട്. പിന്നെ മസിയും രാത്രി നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിന് ഡായിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഇവിടെ എത്തിയിട്ടും തമോസ് കൂടെ ഇല്ല എന്നുള്ള ഒരു ഫീലല്ലേ, അതുകൊണ്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന്. ഡായിന് ഇപ്പം കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞിട്ട്
ഉറങ്ങിപ്പോയി. നല്ല ഉറക്കാണ് ഉണ്ടായത്. അപ്പം ഞാനും ഉറങ്ങാൻ പോവേന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.